എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഇങ്ങനൊരു പരിപാടി അവതരിപ്പിക്കാൻ നമ്മുടെ എസെൻസ് ഗ്ലോബൽ ട്രിവാൻഡ്രം യൂണിറ്റ് എനിക്കൊരു അവസരം തന്ന സന്തോഷം ഞാൻ അറിയിക്കുന്നു. എൻ്റെ ഒരു ഹോം ടൗൺ ആണ് തിരുവനന്തപുരം. എൻ്റെ ഹോം ടൗൺ, എൻ്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനൊരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ ഞാനും വളരെ ഹാപ്പിയാണ്. ഞാൻ സ്വതന്ത്ര ചിന്തയെക്കുറിച്ച് ഒരു ലൈൻ, ഈ വയലാറിൻ്റെ ഒരു കവിതയുടെ ഒരു ഭാഗമാണ് എനിക്ക് മരണമില്ല എന്നൊരു കവിത. ആ കവിതയിൽ നിങ്ങൾക്ക് വരികൾ വായിക്കാൻ പറ്റും. എനിക്ക് കവിത ചൊല്ലാൻ അറിയത്തില്ല. ഇല്ലെനിക്കൊരിക്കലും മരണം, തുറുങ്കുകൾക്കുള്ളിലൊരു നാളും അടയ്ക്കാനാവില്ലെന്നെ, കൊടിയിൽ പ്രയത്നത്തിൻ മുദ്രയും കണ്ണിൽ പൂത്തുവിടരും സ്വപ്നങ്ങളും. അതായത് സ്വതന്ത്ര ചിന്തയെ ഒരിക്കലും നമുക്ക് എവിടെയും തുറങ്കിലിട്ടോ എങ്ങനെയെങ്കിലും നമുക്ക് കെട്ടിപ്പൂട്ടി വെക്കാനൊന്നും പറ്റത്തില്ല. അത് നമ്മൾ ഇന്ന് കാണുന്നതാണ്. പരിണാമ സിദ്ധാന്തം സഭകൾ അംഗീകരിച്ചു. മൈക്കും കോളാമ്പിയും വെച്ച് പ്രാർത്ഥനകൾ മുഴങ്ങുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. മൈക്ക് ഹറാമായിരുന്ന മതം തന്നെ മൈക്ക് ഉപയോഗിക്കുകയും കോളാമ്പി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കൊടിയിൽ പ്രയത്നത്തിൻ മുദ്രയും, നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മുടെ ചുറ്റുപാടുമുള്ള അറിവുകൾ അത് ശേഖരിച്ച് അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് മുന്നോട്ട് സഞ്ചരിക്കുക എന്നുള്ള മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ത്വര, കണ്ണിൽ പൂത്തുവിടരും സ്വപ്നങ്ങളും, ഇനി അങ്ങോട്ട് എന്തൊക്കെ നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ള, കരളിൽ സംഗീതവും, അതായത് നമ്മുടെ മറ്റൊരു വ്യക്തിയെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഉപദ്രവിക്കുകയും ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുകയും അതേസമയത്ത് സ്വന്തം സന്തോഷം നിലനിർത്തുകയും ചെയ്യുന്ന, സഞ്ചരിക്കുകയാണ് ഞാൻ ഏവം സയൻസിൻ്റെ കഞ്ചുകമണിഞ്ഞും കൊണ്ട്, സയൻസിൻ്റെ ഉടുപ്പിട്ട് ഞാനെന്ന് പറയുന്നത് നമ്മൾ മനുഷ്യൻ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. എല്ലാവർക്കും സ്വാഗതം. സ്റ്റെത്തുകൾക്കപ്പുറം. ഇത് ഐസ് ബ്രേക്കർ 1.0 അധ്യായം 1 എന്നാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കാരണം ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന പരിപാടി ഒരു അധ്യായം കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ ഒരു പരിപാടി എനിക്കറിയത്തില്ല, അങ്ങനെ ഈ നമ്മുടെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലോ ലോകത്തോ അങ്ങനെ ആരെങ്കിലും അത്രയും അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ വിരളമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഐസ് ബ്രേക്കർ 1.0 എന്ന് ഇട്ടേക്കുന്നത്. ഇതിന് ഒരുപാട് അധ്യായങ്ങൾ വേണം. സെയിം കോൺസെപ്റ്റ് ആയിരിക്കും. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മാത്രമേ സമൂഹത്തിലും നമ്മളുടെ ആൾക്കാരുടെ തലയിലുമൊക്കെ അത് എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പരിപാടിയെക്കുറിച്ച് ആദ്യം ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. അതായത് നമ്മൾ ഈ ചികിത്സ രോഗത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചികിത്സയ്ക്ക് അപ്പുറം എങ്ങനെയാണ് ചികിത്സ എന്ന് പറയുന്ന സേവനം കൃത്യമായിട്ട് ഒരു വ്യക്തിക്ക്, ഒരു രോഗിക്ക് എങ്ങനെ എത്തിക്കാം, അതിൻ്റെ ഗ്രാവിറ്റി, അതിലെടുക്കുന്ന തീരുമാനങ്ങൾ, അതിൻ്റെ സയൻസ് ആയാലും അതിൻ്റെ മെഡിക്കൽ നോളജ് ആയാലും എങ്ങനെ കൃത്യമായിട്ട് ചോർന്നു പോവാതെ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യം തന്നെയാണ്, ലോഡ് ഇച്ചിരി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്, സമയം കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. ടൈം എന്ന് പറയുന്നത് ഒരു നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സാണ്. നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആ ടൈം കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കോറായിട്ടുള്ള കാര്യം. ആദ്യം നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ സാമൂഹ്യ ആരോഗ്യ രംഗം എന്ന് പറയുന്നത് ഏറ്റവും താഴേക്കിടയിൽ വർക്ക് ചെയ്യുന്ന ആശാ വർക്കറിൽ തുടങ്ങി ഏറ്റവും മേളിൽ ഉള്ള ഹെൽത്ത് മിനിസ്റ്റർ, കേരളത്തിൻ്റെ ആണെങ്കിൽ ഹെൽത്ത് മിനിസ്റ്റർ വരെയാണ് നീണ്ടിരിക്കുന്നത്. മേളിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് താഴെ എത്തുന്ന രീതിയിലാണ് നമുക്കൊരു സ്ട്രക്ചർ ഉള്ളത്. ആ സ്ട്രക്ചറിൽ അവിടെയായിട്ട് അബറേഷൻസ് ഉണ്ട്, പാകപ്പിഴകളുണ്ട്. അത് ചില സമയത്ത് കമ്മ്യൂണിക്കേഷൻ ചോർന്നു പോവാം. പക്ഷെ എന്തായാലും ഒരു സ്ട്രക്ചറുണ്ട്, ഒരു ഔട്ട്ലൈൻ ഉണ്ട്. അത് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുമെന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. ഇനി താഴേക്കിടയിൽ നിന്ന്, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആശാ വർക്കർമാരുടെ ജോലി എന്ന് പറയുന്നത്. അവർ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. സാമൂഹ്യപരമായിട്ടുള്ള ആരോഗ്യ രംഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർ ആൾക്കാരിൽ എത്തിക്കുക, അവബോധം ഉണ്ടാക്കുക. അത് ആൻറ്റിനെറ്റൽ, അതായത് മാതൃ ശിശു, അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ, അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിത്യേന അതിന്
അഡ്വൈസസ് കൊടുക്കുക, ഉപദേശങ്ങൾ കൊടുക്കുക, അവരെ കൃത്യമായിട്ട് ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ള ഇമ്മ്യൂണൈസേഷൻ, പിന്നെ കോവിഡ് വന്ന സമയത്ത് അവരുടെ ഫങ്ഷനിങ്. അപ്പോൾ അവരുടെ റോൾ അങ്ങനെയൊക്കെയാണ്. അവരങ്ങനെയൊക്കെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്തായാലും അവരാണ് ഏറ്റവും താഴേക്കടയിൽ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നവർ. അവരുടെ ഒരു പ്രൊട്ടസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ എന്തോ തുടങ്ങിയതാണ്, ഇപ്പോഴും അത് തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ വാതായനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരാണ് ഓപ്പൺ വിൻഡോസ്, ഗ്രൗണ്ടിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ഓർമ്മപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് സ്ഥിരമായിട്ട് ഓരോ വ്യക്തികളിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ, മേളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ആൾക്കാരിൽ എത്തിക്കുക, റീഇൻഫോഴ്സ് ചെയ്യുന്ന വ്യക്തികളാണ്. നിരീക്ഷണങ്ങൾ, അവർ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ, പുതിയതായിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് കാണുന്നുണ്ടോ, പാറ്റേൺസ് ഉണ്ടോ, ഇതൊക്കെ ഒബ്സർവ് ചെയ്യുക, അതെല്ലാം കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക, എന്നിട്ട് മുകളിലോട്ട് അത് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ജോലികൾ. മോഡേൺ മെഡിസിനിൽ ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ എക്സ്പേർട്ട് ഡോക്ടറിനെ കാണാനായിട്ട് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഇന്നൊരു മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും വിളിക്കുന്ന ഒരു ഡ്യൂട്ടി ഡോക്ടറിനെ കാണുക എന്ന് പറയുന്നത് ഒരു പരിധി വരെയുള്ള സമൂഹത്തിൻ്റെ ലെയറിൽ, സോഷ്യൽ ലെയറിൽ കാണാനായിട്ട് പലരും വിസമ്മതിക്കുന്നതാണ്. എല്ലാവർക്കും നേരെ അവർക്കറിയാം, എല്ലാം നമ്മുടെ സമൂഹത്തിൽ ഓരോ സിവിൽ സൊസൈറ്റിയിലെ ഓരോ വ്യക്തികൾക്കും അറിയാം, നമ്മൾ ന്യൂറോ സർജനെയാണ് കാണേണ്ടത്, ന്യൂറോളജിസ്റ്റിനെയാണ് കാണേണ്ടത്, ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റിനെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഹെപ്പറ്റോളജിസ്റ്റിനെയാണ് കാണേണ്ടതെന്ന്. ഇപ്പം നമുക്കുണ്ടാവുന്ന, നമ്മളെന്ന് പറഞ്ഞാൽ രോഗി എന്നുള്ള രീതിയിൽ നമുക്കുണ്ടാവുന്ന രോഗലക്ഷണങ്ങളും എല്ലാം കൂടി കളക്ട് ചെയ്ത് നമ്മൾ നേരെ അവരെ പോയി കാണുന്നു. അവർ ഈ സമൂഹത്തിൽ വളരെ കുറച്ച് മാത്രമുള്ളവരാണ്. അവരുടെ കപ്പാസിറ്റി, അവരുടെ സ്കിൽസ്, നോളജ്, അവർ എക്സ്പേർട്ടാണ്, അവരുടെ എണ്ണം കുറവാണ്. എല്ലാവരും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ലോഡ് കൂടും. ആ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്, അവരുടെ നോളജ് കൃത്യമായിട്ട് നമ്മൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരുടെ ടേർ ആൻഡ് വെയർ. അവരുടെ ജോലിഭാരം കുറച്ച് അവരെ സാമൂഹികപരമായിട്ട് കളക്റ്റീവായിട്ട് ക്ഷീണിപ്പിക്കാതെ തന്നെ നമുക്ക് ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അവരാണ് ഇതിൻ്റെ ഹയറാർക്കിയിൽ, ഈ ശ്രേണിയിൽ ഏറ്റവും മുകളിലായിട്ടിരിക്കുന്നവർ. അവരെ ഏറ്റവും മിനിമലായിട്ടുള്ള ടേർ ആൻഡ് വെയർ കൊടുത്ത് ഏറ്റവും മാക്സിമം ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. രണ്ടാമത്, അതിൽ തന്നെ എങ്ങനെയാണ് അതിലോട്ട് എത്താൻ പറ്റുന്നത്? കാവൽക്കാരുടെ വൈദഗ്ധ്യം. അതായത് താഴേക്കിടയിൽ നിന്ന് ആദ്യം നമ്മളൊരു രോഗി, അല്ലെങ്കിൽ എല്ലാവരും ഒരു പൊട്ടൻഷ്യൽ രോഗിയാവാൻ പൊട്ടൻഷ്യലായിട്ടുള്ളവരാണ്. നമ്മൾ ചികിത്സ നടക്കുന്നത് റോഡിൽ നടക്കാറുണ്ട്, ആക്സിഡൻറ്റ് നടക്കുമ്പോൾ. ഹോം കെയർ വീട്ടിൽ നടക്കാറുണ്ട്, ക്ലിനിക്കിൽ നടക്കാറുണ്ട്, പോളി ക്ലിനിക്കിൽ നടക്കാറുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇവിടെ എല്ലാം പോകുമ്പോൾ ഒരു രീതിയിലാണ്. ആദ്യം ഒരു രോഗി ഫ്രണ്ട് ഡെസ്കിൽ എത്തുന്നത് തൊട്ട്, അത് ഫ്രണ്ട് ഡെസ്ക് ആവാം, വീട്ടിൽ ഒരു ഡോക്ടർ എത്തുമ്പോൾ അവിടെ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ ഏറ്റവും ജനറിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേര്, വയസ്സ്, ആ രോഗിയുടെ മുൻപുള്ള, അതായത് പാസ്റ്റ് ഹിസ്റ്ററിയിലുള്ള മെഡിക്കൽ ഹിസ്റ്ററി, ഈ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് തുടങ്ങണം ഓരോരുത്തരുടെ വൈദഗ്ധ്യവും. അത് കൃത്യമായിട്ട് പാകപ്പെടുത്തി അവരളന്ന് ഈ രോഗി ഇന്ന ഡോക്ടറിനെ കാണാനായിട്ടാണോ ഇവർ വന്നേക്കുന്നത്, ആ രോഗിക്ക് ആദ്യമായിട്ട് ആശുപത്രിയിൽ വന്നതാണോ, ബുദ്ധിമുട്ടുണ്ടായതാണോ, അതിനനുസരിച്ച് ട്രാക്ക് ചെയ്ത് വിടുക എന്നുള്ളത് ആദ്യത്തെ ഫ്രണ്ട് ഡെസ്കിൽ നിന്ന് തുടങ്ങുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ രോഗി ചോദിക്കുന്നതും ബുദ്ധിമുട്ടിലാവുന്നുണ്ട്. അതായത് എനിക്ക് ഇന്ന ഡോക്ടറെയാണ് കാണേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ പിന്നെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോഡ് കൂടും. നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതും ഒരുപാട് പേര് പരാതി പറഞ്ഞിട്ടുള്ളതാണ്, ഡോക്ടറിൻ്റെ അടുത്ത് നമുക്കൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എന്നാൽ പിന്നെ താൻ അങ്ങ് ചികിത്സയ്ക്ക്. അതെ, ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല, ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ. അവർ ശ്രേണിയിൽ ഫ്യൂഡൽ ഡോക്ടേഴ്സായിട്ടിരിക്കുന്നവരായിട്ട് മാറിക്കഴിഞ്ഞു. ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമുക്കറിയാം ഫ്യൂഡലിസം എന്ന് പറയുന്നത് വലിയ തോതിൽ കുറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഫ്യൂഡലിസം ഡിഡ്ന്റ് ഡൈ, ഇറ്റ് ജസ്റ്റ് വെന്റ് ടു ദ മെഡിക്കൽ സ്കൂൾ എന്നാണ്. നാട്ടുപ്രമാണിത്വം അവസാനിച്ചിട്ടില്ല. അവർ മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അവരാണ് സൂപ്പർ ഡോക്ടേഴ്സ് ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് എങ്ങനെ സംഭവിച്ചു എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഒരു ചരിത്രത്തിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്.
ആധുനിക സയൻസ്, മോഡേൺ സയൻസ് ഒക്കെ ഒരു ദിവസം രാവിലെ എണീറ്റ് ഉടുപ്പിട്ടിറങ്ങിയതല്ല. അത് എല്ലാത്തിൻ്റെയും തുടർച്ച തന്നെയാണ്. നമ്മളിരിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം തുടർച്ച എന്നതുപോലെ തന്നെയാണ് മോഡേൺ മെഡിസിനും ഒരു തുടർച്ച തന്നെയായിരുന്നു. 50 വർഷം അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുൻപ് മോഡേൺ മെഡിസിൻ്റെ ആദ്യ ബേബി സ്റ്റെപ്സ് ഒക്കെ വയ്ക്കുന്ന കാലത്ത് അറിവുകൾ പരിമിതമായിരുന്നു, ഡോക്ടേഴ്സ് പരിമിതമായിരുന്നു. പക്ഷേ അറിവുകൾ കൃത്യമായിരുന്നത് കൊണ്ട് ആ അറിവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് രോഗത്തിൽ നിന്ന് ശാന്തി ലഭിക്കുകയും അങ്ങനെ ഡോക്ടറിന് കുറച്ചുകൂടി അംഗീകാരം കിട്ടുകയും ചെയ്തു തുടങ്ങി. ക്രമേണ അവരുടെ പഠിത്തത്തിൽ മാത്രമല്ല അവർക്ക് അംഗീകാരം, രോഗം ഭേദമാവാൻ തുടങ്ങിയപ്പോൾ, രോഗം ഭേദമാകുന്നത് കൃത്യമായിട്ടുള്ള സയൻസും ട്രെയിനിങ്ങും എല്ലാ റിസോഴ്സസും ഒരുമിച്ച് കൃത്യമായിട്ടുള്ള ഒരു കലയായിട്ട് എത്തിക്കുമ്പോഴാണ് അത് രോഗം ഭേദമാവുന്നത്. പക്ഷെ അത് അന്ന് പ്രസക്തിയൊന്നും ഇല്ലായിരുന്നു. രോഗം ഭേദമായിക്കൊണ്ടിരുന്നു. ഡോക്ടർ ഈ ക്രീമി ലെയറിലോട്ട് പതുക്കെ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു 300 വർഷം അല്ലെങ്കിൽ ഒരു 250 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ എന്ന് പറയുന്ന ഒരു അന്നത്തെ ഒരു ഫിസിഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രോഗിക്ക് കൊടുത്ത ഒരു പ്രിസ്ക്രിപ്ഷനിൽ കാണാം, നിങ്ങൾ ആഴ്ചയിൽ 3 നേരം കുളിക്കണം എന്നുള്ളത്. അവിടെ നിന്ന് മാറി ഇന്ന് കുളിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഹൈജീൻ കീപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു. ഡോക്ടറിൻ്റെ ലോഡ് കുറഞ്ഞു. അപ്പോൾ കാര്യക്ഷമമായിട്ട് കാലത്തിനനുസരിച്ച് ഇതുപോലുള്ള നോളജ് എല്ലാം ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ള ഒരു കടമ കൂടിയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ആ ശ്രേണിയിലോട്ട് മേളിലെത്തുകയും അതേ സമയത്ത് തന്നെ ഈ ഹയറാർക്കി, ഒരു ഫ്യൂഡൽ ഹയറാർക്കി ഓൾറെഡി ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, പ്രഭുക്കന്മാരുണ്ടായിരുന്നു, അധികാരവർഗങ്ങളുണ്ടായിരുന്നു. അവർ ആ സ്വഭാവത്തിലോട്ട് പെട്ടെന്ന് ഈ ഡോക്ടറിൻ്റെ ക്രീമി ലെയർ ഇഴുകിച്ചേരുകയും ഡോക്ടറുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാവുകയും ചെയ്തു. അത് അന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമായിരുന്നു. ഒരു ഡിക്റ്റേറ്റർ ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അത് ക്രമേണ വെസ്റ്റേൺ സമൂഹത്തിലൊക്കെ മാറിക്കഴിഞ്ഞു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, കേരളത്തിൽ മാറേണ്ട പൊട്ടൻഷ്യലായിട്ടും നമുക്ക് മാറാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ തീർത്തും എല്ലാവരും അങ്ങനത്തെ ഡോക്ടേഴ്സ് ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു വലിയ വിഭാഗം ഡോക്ടേഴ്സ് അങ്ങനെയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ രോഗികൾ അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി അനുഭവിക്കുന്നുണ്ട്. ഈ സയൻസിൻ്റെ അധികാരിയായിട്ട് എല്ലാം അറിയുന്നവനാണ് ഡോക്ടർ എന്നുള്ളൊരു ബോധം സമൂഹം ഡോക്ടറിന് കൽപ്പിച്ചു കൊടുത്തു. ഡോക്ടർമാർക്കത് വളരെ സന്തോഷമായിരുന്നു. അവരത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. എനിക്കറിയാൻ പാടില്ല എന്ന് ഞാൻ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസസിൽ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുന്ന പേഷ്യൻസ് കൂടെ നിൽക്കുന്നവരുടെയും മുഖത്ത് കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആരടാ, ഇവനൊന്നും അറിയത്തില്ലേ എന്നുള്ളൊരു ലുക്കായിരിക്കും തരുന്നത്. അറിയത്തില്ല എന്ന് കൃത്യമായിട്ട് പറയുകയും ഇങ്ങനെ ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പേർട്ടിനെ വിളിച്ച്, ഞാൻ എക്സ്പേർട്ടല്ല, ഞാനൊരു മെഡിക്കൽ ഡോക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളെ വിളിക്കുന്ന ഡ്യൂട്ടി ഡോക്ടറിൻ്റെ ഒരു കാറ്റഗറിയിൽ വരും. പക്ഷെ ഞാനും പഠിച്ച് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഒരുപാട് രോഗികളെ കണ്ടും കാര്യങ്ങൾ ചെയ്തും എങ്ങനെയാണ് രോഗികളോട് പെരുമാറുന്നതെന്നൊക്കെ പഠിച്ച് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു എക്സ്പേർട്ടിനെ വിളിച്ചു ചോദിക്കുക, അവരുടെ നിന്ന് ഒപ്പീനിയൻ എടുക്കുക, അങ്ങനെ പറഞ്ഞു കൊടുത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ അത് പരുവപ്പെടുത്തി കൊടുക്കുന്നതാണ് അവിടെ ശരിയായ രീതി. അത് നമ്മൾ രോഗികളും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അടുത്തത്, നമ്മൾ ഈ മാറ്റങ്ങൾ വരുത്തുന്നതിൽ പ്രധാനമായിട്ട് നേഴ്സുമാർ, അവരെ എപ്പോഴും നമ്മളൊരു രണ്ടാം കിടയോ അല്ല, അവർ താഴേക്കിടയിൽ ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്നുള്ളതിൽ ചികിത്സാദാതാവ് എന്നുള്ള നിലയിൽ ഏറ്റവും താഴേക്കിടയിൽ കാണുന്നവരാണ്. അവർ 4 വർഷത്തെ കോഴ്സ് ചെയ്ത് ഈ മെഡിസിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നവരാണ്. അവരിലോട്ടും ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. അവരെയും ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക. അവർക്ക് ഓൾറെഡി ട്രെയിനിങ് ഉണ്ട്. ആദ്യത്തെ ഫസ്റ്റ് ലൈനിൽ പേഷ്യൻ്റ് വരുന്ന സമയത്ത് പേഷ്യൻറ്റിനെ നമുക്ക് തരംതിരിച്ച് ആദ്യമായിട്ട് വരുന്ന രോഗലക്ഷണങ്ങളുടെ ഡിഗ്രി എത്രത്തോളം ആഴത്തിലാണെന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രാക്ക് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ക്രമേണ ഈ സൂപ്പർ എക്സ്പേർട്ട് എന്ന് പറയുന്ന ഡോക്ടറുടെ ലോഡ് കുറയും. ഏറ്റവും നല്ല രീതിയിലുള്ള അവരുടെ ചികിത്സ, അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ തോട്ട്സ് സമൂഹത്തിലെത്തും.
ആശുപത്രിയിലെല്ലാം ക്ലിനിക്കിലായാലും ആശുപത്രിയിലൊക്കെ പോയാൽ നിങ്ങൾ കാണാൻ പറ്റും നഴ്സുമാർ ഡോക്ടർമാരുടെ പിറകെ ഓടുന്നതും ഡോക്ടർ വന്നു കഴിഞ്ഞാൽ അവർ ജോലിയിലായിരിക്കും. അവർ ഡോക്ടർമാർ കൊടുക്കുന്ന ഒരുപാട് ഓർഡേഴ്സൊക്കെ എടുത്ത് അവർ വളരെ ബിസി ആയിരിക്കും. പക്ഷേ ഡോക്ടർ എത്തുന്ന ഉടനെ അവരിരിക്കുന്ന സീറ്റിൽ നിന്ന് ചാടി എണീക്കും. അതിൻ്റെ ആവശ്യം ഒന്നുമില്ല. അതിന് ബഹുമാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലായിരിക്കണം. അത് പരസ്പരം ഉള്ളൊരു ടീം വർക്കിൽ അത് ഓൾറെഡി അലിഞ്ഞു ചേർന്ന് വേണം മുന്നോട്ട് പോവേണ്ടത്. അതിനുവേണ്ടി ഈ പഴയ രീതിയിൽ ഈ നാട്ടുപ്രമാണിമാർ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി, ഞാൻ വിജയൻ തമ്പ്രാൻ എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം വരുന്ന സമയത്തും ഇതുപോലെയാണ്, തമ്പ്രാൻ വരുന്ന പോലെയാണ്. എല്ലാവരും എണീക്കണം, കടക്ക് പുറത്തെന്ന് പറയുമ്പോൾ കടന്നു പോകണം. അങ്ങനെയുള്ളതല്ല ജനാധിപത്യവും ടീം വർക്കുമായിട്ട് വേണം ഒരു സമൂഹത്തിൽ ഓരോ തുറകളും വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഡോക്ടർമാർ വരുന്ന സമയത്ത് നഴ്സുമാർ ചാടി എണീക്കേണ്ട ആവശ്യമേ ഇല്ല. എന്നെ സാറെന്ന് വിളിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാനത് പലപ്പോഴും പലയിടത്തും പറഞ്ഞു. ചിലർക്കത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാതെ പോവാറുണ്ട്. അപ്പോൾ റൈസ് ഇൻ ദ സർവീസ് ആണ് അവർ ചെയ്യുന്ന സേവനങ്ങളിൽ ഉയർന്നു വരിക എന്നുള്ളതാണ്. അല്ലാതെ സീറ്റിൽ നിന്ന് ചാടി എണീക്കുക എന്നുള്ളതല്ല നേഴ്സിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന ജോലി അവർ കൃത്യമായിട്ട് ചെയ്യുക. ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറിന് കൊടുക്കേണ്ട എന്താണോ ഇൻപുട്ട് അത് കൊടുക്കുക, അവരുടെ ജോലിയിൽ തുടരുക എന്നുള്ളതാണ്. കീഴ് ജീവനക്കാരിൽ നിന്നും സഹജീവനക്കാർ സ്വന്തം ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളായിട്ട് അവരെ മാറ്റിയെടുക്കണം. അവർക്കും നമ്മുടെ സമൂഹം മാത്രമല്ല, അത് പോളിസിയിൽ നയങ്ങളിൽ വ്യത്യാസം വരുത്തി വേണം അങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ളത്. ഒരു ഡോക്ടറുടെ തുടർച്ചയായിരിക്കണം, ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കണം നേഴ്സും. ഇനി അടുത്തത് ഇൻ്റർ പ്രൊഫഷണൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത്, അതായത് ഞാനൊക്കെ നിൽക്കുന്ന ആ തട്ടിലുള്ള ഡോക്ടേഴ്സും അതിന് താഴെയുള്ള നേഴ്സും അതിന് മേലിലുള്ള സൂപ്പർ എക്സ്പേർട്സുമായിട്ടുള്ളവരുടെ കണക്ഷൻസ് എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല ഹാർമണിയിൽ കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഈ ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസസ് എന്നുണ്ട്. അതായത് ഒരു രോഗിയെ കാണുമ്പോൾ ആ രോഗിയെ അടുത്തുനിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അത് കൃത്യമായിട്ട് ഒരു അടുക്കിൽ എങ്ങനെയാണ് അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ അതിൻ്റെ സമയത്തിനനുസരിച്ച് കൃത്യമായിട്ട് അടുക്കി, അതൊരു മെഡിക്കൽ സയൻസിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. എങ്ങനെയാണ് ഇന്ന് ഓൾറെഡി അവർക്കൊരു നോൺ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്ത്, വയസ്സ് മെൻഷൻ ചെയ്ത്, പേര് മെൻഷൻ ചെയ്ത്, പിന്നെ ഇന്ന് വന്ന കംപ്ലൈൻറ്റ് മെൻഷൻ ചെയ്ത്, അങ്ങനെ ആദ്യം പുറകുന്ന് പിന്നെ ഫ്രണ്ടിന്ന് പിന്നെ നടുക്കുന്ന് പോകുന്ന ഒരു താളമുണ്ട്. ആ താളത്തിൽ കൃത്യമായിട്ട് അളന്ന് പെറുക്കി അടുക്കി വയ്ക്കുക. ആ ക്ലിനിക്കൽ പ്രാക്ടീസസിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ന് സമൂഹത്തിൽ അത് ഹോസ്പിറ്റൽ മാത്രമല്ല, ചികിത്സാ രംഗത്ത് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ എല്ലായിടത്തും ലാക്കിംഗ് ആണ്. ഒരാൾക്ക് ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് അറിയത്തില്ല, ഒരു കാര്യങ്ങൾ പറയാനായിട്ട് അറിയത്തില്ല, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കാര്യം അവതരിപ്പിക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം കളക്റ്റീവായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെയാണ് സമയം നഷ്ടപ്പെട്ടു പോകുന്നത്. അടുത്തത് ഗുഡ് ക്ലിനിക്കൽ ഡേറ്റ മാനേജ്മെൻറ്റ്. എങ്ങനെയാണ് നമുക്ക് ഈ കിട്ടുന്ന ഡേറ്റാസ് എല്ലാം പേഷ്യൻ്റ് വന്നത് തൊട്ട് എങ്ങനെയൊക്കെയാണ് ഡേറ്റ കിട്ടുന്നത്, അതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക, അത് കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഒരു രോഗിയെ കാണുമ്പോൾ ആ രോഗിയെടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ ആ രോഗിക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. എക്സ്പ്രഷൻസിൽ ഒരു വ്യത്യാസവും വരുത്താതെ കൂടെ നിൽക്കുന്ന എൻ്റെ കൂടെ അല്ലെങ്കിൽ ആ ഡോക്ടറിൻ്റെ കൂടെ ഉണ്ടാകുന്ന നേഴ്സായാലും ഹെൽപ്പിംഗ് സ്റ്റാഫായാലും എല്ലാവരും ഒരേ പ്രൊഫഷണൽ ആംബിയൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരേ താളം, അതിൻ്റെ ഒരു ആംബിയൻസ് കൃത്യമായിട്ടുള്ള രീതിയിൽ പാകപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു രീതി നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒട്ടും സാധിക്കാത്തതാണ്. പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. നമ്മൾ കോറിഡോറിൽ സംസാരിക്കാറുണ്ട്, ലിഫ്റ്റിൽ സംസാരിക്കാറുണ്ട്, പലയിടത്തും നമ്മളത് പറയാറുണ്ട്. അത് നമ്മുടെ സ്പേസ് കുറവായതുകൊണ്ട്, ടൈം കുറവായതുകൊണ്ടാണ്. ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതൊക്കെ എങ്ങനെ പതുക്കെ കുറച്ച് കൊണ്ടുവരാം. ഒറ്റയടിക്കൊരു ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല, എങ്ങനെയും കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അടുത്ത് അൽക്കോവ ACE. ഇത് ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബിറ്റ്വീൻ ദ ഡോക്ടേഴ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, പേഷ്യൻ്റിൽ നിന്ന് റിസീവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഇച്ചിരി ഡ്രൈ ആയിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ആര് എപ്പോൾ എങ്ങനെ വന്നു എന്നുള്ളത്, സമയം എപ്പോഴാണ്, ആ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുന്ന, നമ്മൾ ചാർട്ട് ചെയ്യുന്ന ഫയലായാലും ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് ആയാലും ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സ് ആയാലും അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത്. ലെജിബിൾ ആയിരിക്കണം, വായിക്കാൻ പറ്റുന്നതായിരിക്കണം. അത് എനിക്ക് മാത്രം വായിച്ചാൽ പോരാ, കൂടെ നിൽക്കുന്ന സ്റ്റാഫിന് വായിക്കാൻ പറ്റണം. ഞാനും സ്റ്റാഫും മാത്രം വായിച്ചാൽ പോരാ, വരുന്ന പേഷ്യൻറ്റിന് വായിക്കാൻ പറ്റണം.
നമ്മൾ 300 വായിച്ചാൽ പോരാ, വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി ചെക്ക് ചെയ്യാൻ വരുമ്പോൾ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഏജൻസിക്കും വായിക്കാൻ സാധിക്കണം. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ ഇതിട്ടാലും അതിൻ്റെ ഡേറ്റ്, ടൈം, കാര്യങ്ങളെല്ലാം അതത് സമയത്ത് റെക്കോർഡ് ചെയ്യുക. വെറ്റ് കോപ്പീസ്, ഒറിജിനൽ കോപ്പീസ് എല്ലാം കൃത്യമായിട്ട് അതിൽ സൂക്ഷിക്കുക. തെറ്റില്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ നോക്കുക. ഈ രേഖപ്പെടുത്തിയ വിവരങ്ങളും ഡോക്യുമെൻസും എല്ലാം ഒരു നിശ്ചിത കാലത്തേക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഹോസ്പിറ്റലും ക്ലിനിക്സും എല്ലാം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ തിരുത്താൻ പറ്റാത്തത്, കൺസിസ്റ്റൻസി, ഈ കാര്യങ്ങളെല്ലാം ഇന്ന് നമുക്ക് ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇത് കുറച്ചുകൂടി നമ്മുടെ റിസർച്ച് വിഭാഗത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ തെറ്റ് വരാതിരിക്കാനായിട്ട്, ഡേറ്റയിൽ ഒരിക്കലും കറപ്ഷൻ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ ആ കംപ്ലീറ്റ് അല്ലെങ്കിൽ തിരുത്തൽ പറ്റാത്തത് പേഷ്യൻ്റ് ഇരിക്കുന്ന സമയത്ത് തന്നെ, OP ചികിത്സയിലായാലും IP ചികിത്സയിലായാലും പേഷ്യൻ്റ് ഇരിക്കുന്ന സമയത്ത് തന്നെ പേഷ്യൻ്റ് തന്നെ മാറ്റി മാറ്റി പറയുന്ന സമയങ്ങൾ വരുമ്പോൾ അവിടെ ചിലപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതേണ്ടത് വരും. പിന്നെ ടൈം ഡിസിപ്ലിൻ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ടൈം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റാത്ത ടൈം എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ടൈം ഓൺ ദ റോഡ് ഈസ് ടൈം ലോസ്റ്റ് ഇൻ കെയർ. നമ്മുടെ ഇവിടെ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലോട്ട് പോകാനായിട്ട്, ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 5.5-6.5 മണിക്കൂർ എടുക്കും. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ടെക്നോളജീസ് ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട്, മാക്സിമം 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാൻ പറ്റുന്നതാണ് നമ്മൾ 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച് കളയുന്നത്. റോഡിൻ്റെ വലിപ്പമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. സ്ട്രക്ചറൽ മാറ്റം വരുത്താതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് മറ്റേ പോയിന്റ് വരെ കൾച്ചറൽ ഡിസിപ്ലിൻ, ഡ്രൈവിംഗ് കൾച്ചർ മെച്ചപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ആ ടൈം, അങ്ങനെ ഉണ്ടാവുന്ന ടൈം നമുക്ക് ഇതുപോലെയുള്ള ചികിത്സകൾക്ക് വേണ്ടി, മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ ചികിത്സാ രംഗത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തത്, നമ്മളെല്ലാവരും ഒരു വിശ്വാസ സമൂഹത്തിന് അടിമപ്പെട്ടവരാണ്. പൊതുവെ അത് വിശ്വാസി ആയാലും വിശ്വാസി അല്ലെങ്കിലും നമ്മളെല്ലാവരും അതിന് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നത്. ആ വിശ്വാസ സമൂഹത്തിൻ്റെ കോപ്രായങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ അവർ അർമാദിക്കുന്നതിനനുസരിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാ സമയവും നമ്മൾ സമൂഹത്തിലെ തെരുവിൽ നമ്മൾ കളയുന്നു. എ സൊസൈറ്റി ദാറ്റ് പ്രയോറിറ്റൈസ് സ്പെക്ടക്കിൾ, ഒരു സമൂഹം കാഴ്ചകൾക്ക് വേണ്ടി മുൻഗണന നൽകുകയും വിശ്വാസങ്ങൾക്ക് വേണ്ടി അവരുടെ സർവീസസ് എപ്പോഴും അതിനു വേണ്ടി മാത്രം മാറ്റിവെക്കുകയും ഉത്സവങ്ങൾ റോഡിൽ നടത്തുകയും ആംബുലൻസിനെ തടയുകയും മറ്റുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയും ചെയ്യുമ്പോൾ സമയം നഷ്ടപ്പെടുന്നു. ഈ സമയമെല്ലാം എവിടെയാണ് അവസാനം വന്ന് ക്രാമ്പ് ചെയ്യുന്നത്, എവിടെയാണ് അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് 1 മിനിറ്റിനകം ഒരു എക്സ്പേർട്ടിനെ കണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം. ഒരു എക്സ്പേർട്ട് ഒരൊറ്റ മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട്, 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ വന്ന് കണ്ട് ചികിത്സ കൊടുത്ത് അവരുടെ ഒരു ഡിസിഷൻ പറഞ്ഞ് പ്ലാൻ ഉണ്ടാക്കി കിടത്തി ചികിത്സ അല്ലെങ്കിൽ വീട്ടിൽ പോയി ചികിത്സ, സർജറി എന്താണെന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് ഇത്ര സമയത്തിനകത്ത് കാര്യം നടത്തിയിരിക്കണം. നമ്മുടെ സമയം ആവശ്യത്തിന് അധികം അല്ലെങ്കിൽ ആവശ്യത്തിന് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട്, അറിവില്ലാത്തവരല്ല ഡോക്ടേഴ്സ്, അറിവില്ലാത്തവരല്ല നഴ്സസ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, ആർക്കും അറിവില്ലാത്തല്ല. സമയത്തിൻ്റെ പരിമിതി വരുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാവുന്ന എറേഴ്സ് ഉണ്ടാവാം. അത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ സമയം കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ടാവണം, കളക്റ്റീവായിട്ടുള്ള രീതിയിൽ സമൂഹത്തിലുണ്ടാവണം. ഇന്ന് സമൂഹത്തിൽ അതിനു വേണ്ടിയുള്ള എല്ലാ ടെക്നോളജീസും ഉണ്ട്. മാറ്റേണ്ടത് നമ്മുടെ തലച്ചോറിൽ നിന്നാണ്. നിരന്തരം എസൻസ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ് സ്വതന്ത്ര ചിന്ത, മറ്റൊരു വ്യക്തിയെ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ആ പിക്ചർ, ഇതിലെല്ലാം ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. കാണാം എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹത്തിൽ, ഇന്ത്യൻ തെരുവുകളിലൊക്കെ എങ്ങനെയാണ് വണ്ടികൾ ഓടിക്കുമ്പോൾ ആ കൾച്ചറൊക്കെ എങ്ങനെയാണത് നമ്മൾ ഇന്നും നിലനിർത്തിക്കൊണ്ടുപോകുന്നതെന്ന്. ഇത് പറയുന്ന കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ ഭയങ്കര കൾച്ചറലായിട്ട് ഭയങ്കര ഡീസൻ്റായിട്ട് വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണെന്ന്. പക്ഷെ നാട് ഓടുമ്പോൾ, ഞാനും ഇവിടെ എത്തുമ്പോൾ നാട് ഓടുമ്പോൾ നടുവേ തന്നെയാണ് ഓടിക്കുന്നത്. കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇതാരാണ് മുൻകൈ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോളിസി മേക്കേഴ്സാണ്, പൊളിറ്റീഷ്യൻസ് ആണ്. അവരാണ് കാര്യങ്ങൾ മുന്നോട്ട് എടുക്കേണ്ടതും കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പരിപാലിക്കേണ്ടത്, നിയമനിർമ്മാണം നടത്തേണ്ടത്, നിയമങ്ങൾ കൃത്യമായിട്ട് 5 വർഷം 2 വർഷം കൂടുന്നതനുസരിച്ച് റോഡിൽ വരുന്ന ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് അതിനനുസരിച്ച് പരുവപ്പെടുത്തി മാറ്റം വരുത്തേണ്ടത് അവരാണ്.
അവർ മാറ്റം വരുത്തുകയും കൃത്യമായിട്ട് അത് നിഷ്കർഷിക്കുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഞാനും മാറും. ഇനി കമ്മ്യൂണിക്കേഷനാണ് അടുത്ത. സമയവും സ്പേസും എന്നുള്ള പോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഹയറാർക്കി അല്ലെങ്കിൽ അതിനൊരു ലെയേഴ്സ് ഉണ്ട്. നമുക്കറിയാം, ഡോക്ടേഴ്സിൻ്റെ ഒരു ലെയർ ഉണ്ട്, നേഴ്സസ് ഉണ്ട്, നേഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ടാവും, പിന്നെ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാവും, നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനോ അതിനൊക്കെ വേണ്ടിയായിട്ടുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണിക്കാനായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാനായിട്ട് ഞാനൊരു വീഡിയോ, ഒരു ഓഡിയോ കേൾപ്പിക്കാം, 2 ഓഡിയോ കേൾപ്പിക്കാം. ഞാൻ അത് കേട്ടതിന് ശേഷം മുന്നോട്ട് പോകാം. ഇതിൽ കാണിക്കാനായിട്ട് അതിൻ്റെ മറ്റേ റൈറ്റ്സ് ഒക്കെ കാരണം കാണിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. എന്തെല്ലാം വിചാരിക്കുമ്പോ ചിന്തിക്കുന്ന ആളാണ്, ഭയങ്കര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഇന്റലക്ച്വൽ ആണ് അദ്ദേഹം. പറയുന്നു, ഞങ്ങൾ പറഞ്ഞത് എന്താ, ഇത് പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ് ആണ്, അതിന് മറുപടി നമ്മൾ ഇന്ത്യ കൊടുക്കും. അതിൽ വി.ഡി. സതീശൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യ അതിന് റെസ്പോൺസ് കൊടുക്കണം. അത് റെസ്പോണ്ട് കൊടുക്കുന്നത് ആർക്കാ? പാകിസ്ഥാന്. ഇതെന്താ വി.ഡി. സതീശൻ? ഓക്കെ, ഇത് ആ വീഡിയോ ഞാൻ കേൾപ്പിച്ചു. അത് മുഴുവൻ കേൾപ്പിക്കേണ്ട കാര്യമില്ല, അത് ഭയങ്കര ബോറിംഗ് ആണ്. 1.25 മിനിറ്റ്, 1 മിനിറ്റ് 15-16 സെക്കൻഡ് കൊണ്ട് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യം വളരെ നിസ്സാരമായ കാര്യമായിരുന്നു. 1.25 മിനിറ്റ്, നമ്മുടെ സമൂഹത്തിൻ്റെ 1.25 മിനിറ്റ് അദ്ദേഹം കളഞ്ഞു. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ കക്ഷിയുടെ അധ്യക്ഷനാണ്, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അധ്യക്ഷനാണ്, ഏറ്റവും പവർഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരു പൊസിഷനിലുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇൻകേപ്പബിലിറ്റി പ്രൂവ് ചെയ്യാനാണ്. ഇത്രയും വലിയൊരു ഇതിലിരുന്നിട്ടും അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഇനി വേറൊരാളുടെ കമ്മ്യൂണിക്കേഷൻ ഞാൻ കേൾപ്പിച്ചു തരാം. ഇടുപ്പിലാണ് പരിക്ക് നോക്കുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ കൈ ഇളക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇടുപ്പും നല്ല വേദന പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ ഫോറസ്റ്റ് വണ്ടി തന്നെ തൂക്കിയിട്ടത്. വേറെ ബൈക്കിൽ ആംബുലൻസ് വിളിച്ച സമയം ബൈക്കുണ്ടാകുന്നവരാണ് ഫോറസ്റ്റ് വണ്ടി തന്നെ കൊണ്ടുവന്നത്. ഇപ്പോൾ പ്രാഥമിക ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പ് അറിയിച്ചിരുന്നോ ഈ ഭാഗത്ത് ഒറ്റയാൻ ഇറങ്ങി? അങ്ങനെ എന്തെങ്കിലും വിവരം നേരത്തെ തന്നിരുന്നോ? അതായത് ഈ മേഖലയിൽ ഒറ്റയാനെ ഇറങ്ങുന്നു പറയുന്നത് സ്ഥിരം പല്ലവിയാണ്, അല്ല ഒരു ദിവസത്തെ അല്ല. ഇത് കാലങ്ങളായിട്ട് ആന തമ്പടിച്ച് നിൽക്കുന്ന. ഓക്കെ, ഇദ്ദേഹം ഏകദേശം 45 സെക്കൻഡ് കൊണ്ട് ഒരുപാട് വിവരങ്ങളാണ് പറയുന്നത്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പറാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അതിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യം പറയുന്ന കാര്യമുണ്ട്. അതായത് ആനയിൽ പരിക്ക് പറ്റിയ ആളെ തൂക്കിയെടുത്ത് ആംബുലൻസിൽ ഇട്ടുന്ന്. ആ ഒരൊറ്റ പ്രയോഗം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ രീതിയിലുള്ളൊരു നിലവാരം സമൂഹത്തിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞ ആ നിലവാരം, ആ പ്രയോഗങ്ങളുള്ള വ്യക്തി പോലും 45 സെക്കൻഡ് കൊണ്ട് ഒരു കാര്യം പറയാനായിട്ട് ഒരുപാട് വിവരങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരുപാട് വിവരങ്ങൾ, നമ്മുടെ സമയം കളയാതെ. പക്ഷേ ഒരു ഏറ്റവും അങ്ങേയറ്റത്തിരുന്ന ഒരാൾക്കത് പോരായ്മ വന്നു. ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ നമ്മുടെ സുരേന്ദ്രൻജി, അദ്ദേഹമൊക്കെ ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയത്തിലൊക്കെ തെളിഞ്ഞു വന്ന വ്യക്തികളാണ്. അവർ തമ്മിലുള്ള കമ്പാരിസണിന് വേണ്ടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെ കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ചികിത്സയിൽ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡെസ്ക് തൊട്ട് കൃത്യമായിട്ട് വിവരം കൊടുക്കുക. നിങ്ങൾ ആ OPയിൽ ചെന്ന് ഇരിക്കൂ. ഇവിടെ നമ്മൾ പറയുന്ന സാധാരണ രീതി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഉണ്ട്, ഇനിയും ഉണ്ടെന്നുള്ള രീതി. അങ്ങനെ അല്ല പ്രയോഗം. അവിടെ ചെന്നിരിക്കൂ. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ടുള്ള മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് OPയിൽ ചെന്നിരുന്ന് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന OPയുടെ കസ്റ്റോഡിയനായിട്ടുള്ള ഡോക്ടറോ നേഴ്സോ ആയിരിക്കും അവിടെ നിന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ പേര് വിളിച്ചിട്ട് ആ രോഗി അകത്ത് വരും. രോഗി അകത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് എന്ന് കാര്യങ്ങൾ ചോദിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യും. ഇതിനുശേഷം ചികിത്സ പ്ലാൻ ആയി കഴിയുമ്പോൾ പ്ലാൻ ഇന്നതാണ്, എന്തുകൊണ്ടാണ് ഈ പ്ലാനിലെത്തിയത്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ആ പ്ലാനിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഗ്രേ ഏരിയാസ് ഉള്ളപ്പോൾ ഗ്രേ ഏരിയ ഉണ്ടെങ്കിൽ അത് വ്യക്തത കുറവുണ്ട് എന്ന് കൃത്യമായിട്ട് രോഗിയെടുത്ത് പറഞ്ഞിരിക്കണം. ഇനി രോഗികളും വരുന്ന സമയത്ത് രോഗികളുടെയും കുറച്ച് പാകപ്പിഴകളൊക്കെ ഞാൻ പറയാം. അതിനിടയ്ക്ക് ഇവിടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗികൾ വരുമ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് മിക്കപ്പോഴും രോഗികളുടെ മുഖം കറക്കാറുണ്ട്. സാധാരണ എല്ലാവരുടെയും അത് തന്നെയാണ്. ഇത് റവന്യൂവിന് വേണ്ടിയാണ്, ഇവിടെ മോണിറ്ററി ബെനിഫിറ്റ് ആണ്, പൈസയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു
ബോധ്യം മനസ്സിലുള്ളത് കൊണ്ട് പെട്ടെന്ന് തോന്നിപ്പോവും. പക്ഷെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങളും ഞാനും അല്ലെങ്കിൽ ഡോക്ടേഴ്സും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു പൊതു നിലപാടിലെത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഇവിടെ ഒരു കളക്റ്റീവായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഡോക്ടർ എന്ന് പറഞ്ഞത് എല്ലാം അറിയുന്ന വ്യക്തിയല്ല, തെറ്റ് സംഭവിക്കാം. അപ്പോൾ അവിടെ ഒരു 1000 പേർക്ക് വയറുവേദനയായിട്ട് വന്ന് നെഞ്ചെരിച്ചിലുണ്ടായിരുന്നു, ഗ്യാസ് ട്രബിൾ ആണെന്ന് തോന്നിയ 1000 പേർക്ക് ECG എടുക്കുമ്പോൾ 999 പേർക്കും അത് ഉദര സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടായിരുന്നു കാണണം. പക്ഷെ ഒരാൾക്ക് ഹൃദയ സംബന്ധമായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി സാമൂഹികമായിട്ടെടുത്ത നിങ്ങളുടെ നിലപാടാണ് അത് അങ്ങനെ കാണാനായിട്ടുള്ളൊരു മനസ്ഥിതിയും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു പോയിൻ്റ്. ഇനി കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടുത്തെ കമാൻഡ് ഇൻ ചീഫ് എന്ന് പറയുന്നത് അവിടുത്തെ സെക്യൂരിറ്റി തന്നെയാണ്. അവർ പറയുന്ന അനുസരിച്ച് കാറുകൾ പാർക്ക് ചെയ്യുക, അവർക്ക് വേണ്ടി ഈഗോ വർക്കൗട്ട് ചെയ്യാതെ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അത് കാർ പാർക്ക് ചെയ്യുന്ന സമയത്തായാലും ക്ലീനിങ് സ്റ്റാഫായാലും എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ജോലിയും അവരുടെ തൊഴിലും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട്. അതിനനുസരിച്ച് നമ്മളും പെരുമാറണം. അത് അവിടുത്തെ ആ ഹോസ്പിറ്റലിലെ ഡയറക്ടറായാലും പുറത്തുനിന്ന് വന്ന ഒരു പേഷ്യൻ്റ്, സർവീസ് എടുക്കാൻ വന്ന ഒരു പേഷ്യൻ്റ് ആയാലും, അത് ഏത് ഓർഗനൈസേഷൻ ആയാലും ഏത് പ്രൊഫഷൻ ആയാലും. ഇനി സമയം നഷ്ടപ്പെടുന്നതിൻ്റെ വേറൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് റെഗുലേറ്ററി കോൺട്രഡിക്ഷൻസ് ആണ്. കേന്ദ്രത്തിനൊരു നിയമമായിരിക്കും, കേരളത്തിൽ വേറൊരു നിയമമായിരിക്കും, ലോക്കൽ അതോറിറ്റീസിൽ വേറൊരു നിയമങ്ങളായിരിക്കും, ഓർഗനൈസേഷനിൽ വേറൊരു നിയമങ്ങളായിരിക്കും. ഈ നിയമങ്ങൾ തമ്മിൽ പരസ്പരം അലൈൻ ചെയ്യാതെ പോകുന്നത്, അത് സിങ്ക് ആവാതിരിക്കുമ്പോൾ ആ കോൺട്രഡിക്ഷൻസ് ഉണ്ടാവും. ആ കോൺട്രഡിക്ഷൻസ് അവിടെ ഇരിക്കുന്ന വ്യക്തി, ഒരു പേഷ്യൻ്റ് വരുമ്പോൾ, ഒരു വ്യക്തി വരുമ്പോൾ, സർവീസ് സേവനം സ്വീകരിക്കാൻ വരുന്ന സമയത്ത് ആ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള സേവനം കൊടുക്കാൻ പറ്റാതെ, ഈ കോൺട്രഡിക്ഷൻ കാരണം കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അവിടെ നിന്ന് ബബ്ബ അടിക്കും, നമ്മൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ, ഇങ്ങനെ ഉരുണ്ട് കളിക്കേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, അവിടെ കോൺട്രഡിക്ഷൻ ഇവിടെ കോൺട്രഡിക്ഷൻ. അത് കൃത്യമായിട്ട് പരുവപ്പെടുത്തുക, അത് ഒന്നായിട്ട് കൃത്യമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളത് ഇവിടുത്തെ പോളിസി മേക്കേഴ്സ്, രാഷ്ട്രീയക്കാരുടെ, ഭരണത്തിലിരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. ബ്യൂറോക്രാറ്റിക് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, മറ്റേ വെള്ളാനകളുടെ നാട് പോലെ എല്ലാം ഇഴഞ്ഞു നീങ്ങുന്നത്. അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് നിയമങ്ങൾ ഉണ്ടാവണം. കൃത്യമായിട്ട് നിയമങ്ങൾ പരിപാലിക്കാനായിട്ടുള്ള സാമൂഹ്യ ബോധ്യം ഉദ്യോഗസ്ഥർക്ക് വരണം. അത് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവർ മാത്രമല്ല, ഓർഗനൈസേഷനിൽ, പ്രൈവറ്റ് ഓർഗനൈസേഷനായാലും പബ്ലിക് ഓർഗനൈസേഷനായാലും എല്ലാത്തിലും ഇരിക്കുന്നവർക്കും ആ ഒരു ബോധ്യം വരണം. ആ ബോധ്യം വരണം എന്നുണ്ടെങ്കിൽ ആദ്യം ഏറ്റവും മേൽത്തട്ടിൽ നിയമങ്ങൾ പരസ്പരം പൊരുത്തപ്പെടുന്ന രീതിയിലായിരിക്കണം. പിന്നെ ഓർഗനൈസേഷൻ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ വന്ന ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന സമയത്ത്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ MLC എഴുതാൻ പറയുന്ന സമയത്ത്, ഇൻഷുറൻസിൻ്റെ കാര്യത്തിലുള്ള രേഖകൾ കൊടുക്കുമ്പോൾ അവിടെയും ഇവിടെയും പൊരുത്തക്കേട് വരുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് എല്ലാ രേഖകളും അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കോൺട്രഡിക്റ്റ് ചെയ്യും. അത് കൃത്യമായിട്ട് മാറ്റേണ്ടത് ബ്യൂറോക്രാറ്റിക് ലെവലിൽ അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് ലെവലിലൊക്കെ ആയിരിക്കണം. എല്ലാ ഇനി പേഷ്യൻ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, ഞാൻ പറഞ്ഞ എല്ലാ പേഷ്യൻസും അല്ല, കുറച്ച് പേഷ്യൻസെങ്കിലും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീഗാലാൻഡിൽ പോകുന്ന പോലെ ആയിരിക്കും വരുന്നത്. അവർക്ക് വന്നിട്ട് ചോദിക്കുമ്പോൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ആദ്യം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ പ്രഷർ കൂടി, ഷുഗർ കുറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയും. ഞാൻ ചോദിച്ചാൽ എന്താ ബുദ്ധിമുട്ട് എന്താണ് സാർ? പ്രഷർ കൂടിയെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? സാർ പ്രഷർ കൂടിയെന്ന് എങ്ങനെയാണ് സാറിന് അറിയത്തില്ലേ? അത് BP കഫ് ഇട്ട് നോക്കി. എൻ്റെ അവിടെ സമയം ഒന്നെന്ന് പറഞ്ഞാൽ ഇത്രയും രോഗികളുണ്ടാവും. BP കഫ് ഇട്ട് നോക്കിയിട്ടാണ് പ്രഷർ കൂടിയെന്ന് മനസ്സിലായി. താങ്കൾക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ട്? സാർ പ്രഷർ കൂടി. അപ്പോൾ ആദ്യം പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായി? തലവേദന ഉണ്ടായി, തലകറക്കം ഉണ്ടായി, ഛർദി ഉണ്ടായി, അല്ലെങ്കിൽ ബോധം കെട്ട് വീണു, ഇതാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഉപകരണം വെച്ച് നോക്കിയപ്പോൾ BP കൂടുതലാണെന്ന് മനസ്സിലായി. ഇങ്ങനെ പറയുന്നതിന് പകരം ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് BP കൂടി, ഷുഗർ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ബുദ്ധിമുട്ടായിരിക്കും. ഇനി വന്നു കഴിഞ്ഞാൽ ചോദിക്കും, നിങ്ങൾ നേരത്തെ മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അതെ സാർ കഴിക്കുന്നുണ്ട്. മരുന്നിൻ്റെ രേഖകളുണ്ടോ എന്ന് ചോദിച്ചാൽ, സാർ ഒന്നും കൊണ്ടുവന്നില്ല, എല്ലാം വീട്ടിൽ ഇരിക്കുകയായിരുന്നു. എനിക്കറിയത്തില്ല ഇവർ ഹോസ്പിറ്റലിലാണ് എന്ന് വിചാരിച്ച് വന്നതാണോ, ഇനിയിപ്പോൾ വീഗാലാൻഡിൽ പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറിനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചതാണോ എന്നും എനിക്കറിയത്തില്ല. എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ ചോദിക്കും, മരുന്നുകളുടെ ലിസ്റ്റ് അറിയാം. ഇതെല്ലാം സമയം അവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അറിയാമോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വെളുത്ത ഗുളിക, മഞ്ഞ ഗുളിക, ചുവന്ന ഗുളിക, നീണ്ട ഗുളിക, ഗവൺമെൻറ് ആശുപത്രിയിലെ ഗുളിക, ഇങ്ങനെ പല രീതിയിലുള്ള വിവരണങ്ങൾ തരും. ഒരിക്കലും നമുക്കത് വെച്ചിട്ട് പ്രത്യേകിച്ചൊരു ഉപകാരപ്പെടാത്ത കുറേ വിവരങ്ങൾ തരും. ഇനി പേഷ്യൻ്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ മതിയാവും, കൂടിപ്പോയാൽ 2 പേര്. ഈ വരുന്നവരിൽ 1 by 1 ആയിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക.
ആദ്യം തുടങ്ങുമ്പം തന്നെ സാർ വന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രഷർ കൂടിയെന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ ശേഷം സാർ കാലുവേദനയായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ പറയും തലവേദനയായിരുന്നു. അപ്പോൾ ആ ഓർഡർ തെറ്റും. എന്തായിരുന്നു അവരുടെ ചീഫ് കംപ്ലയിൻ്റ് എന്നുള്ള കാര്യം പിടികിട്ടാൻ പറ്റാതെ പോകും. അപ്പോൾ ഒരു വ്യക്തി ആദ്യം പറഞ്ഞു തുടങ്ങുക, അവരുടെ കാര്യം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴായിരിക്കും അടുത്ത ആൾ അവിടെ നിന്ന് പറയുന്നത് സാർ മെനഞ്ഞാന്ന് ബ്ലൈഡ് കൊണ്ട് കാല് മുറിഞ്ഞു, മറ്റാൾ പറയും സാർ മെനഞ്ഞാന്ന് ഇത് കാല് മുറിഞ്ഞതിന് ശേഷം ഉണങ്ങുന്നില്ല, അങ്ങനെ നോക്കിയപ്പോൾ ഷുഗർ കൂടുതലായിരുന്നു. അങ്ങനെ പല ഇൻഫർമേഷനും അവിടെ നിന്ന് ഇവിടെ നിന്ന് വരും. അപ്പോൾ ഒരു രോഗിയുടെ ഉത്തരവാദിത്തമാണ് അവർ കഴിക്കുന്ന മരുന്നും ചികിത്സയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുവരിക, അത് ഓർഡർ അനുസരിച്ച് പറയാമെന്നുള്ളത്. അതുപോലെ തന്നെ രോഗിയുടെ അടുത്തൊരു ഉത്തരവാദിത്തമാണ് എപ്പോഴും ഒരു എക്സ്പേർട്ട് ഡോക്ടറിനെ കാണുക എന്നുള്ളതല്ല നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടനുസരിച്ച് ഇപ്പോൾ അത്യാഹിതമാണെങ്കിൽ ERൽ എമർജൻസി റൂമിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെല്ലേണ്ടത്. അല്ലാതെ അത്യാഹിതമുള്ള ഒരു വ്യക്തി ഒ പി ഡിപ്പാർട്ട്മെൻറ്റിലല്ല വന്ന് കാണേണ്ടത്. അങ്ങനെയും അവിടെ സംഭവങ്ങൾ നടക്കാറുണ്ട്. ഒരുപാട് സമയം പോകും, പിന്നെ പ്രശ്നമായിരിക്കും സാർ ഇവിടെ വന്നിട്ട് എന്നെ കണ്ടില്ല, എന്നെ കാണാൻ പറ്റിയില്ല. OP ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ERൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെയല്ല പോകുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ രോഗിയുടെ ട്രയാജ്, രോഗിയുടെ ബുദ്ധിമുട്ടുകളാണ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതിന് മുൻഗണന കൊടുത്താണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വേർതിരിച്ചറിയുക. രണ്ടാമത്, ആദ്യമായിട്ടാണ് ബുദ്ധിമുട്ട് വന്നതെന്നുണ്ടെങ്കിൽ ഒരു ജനറലായിട്ടുള്ള ഒരു ഫിസിഷ്യനെ അല്ലെങ്കിൽ ഒരു ജനറലായിട്ടുള്ള ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു ഡോക്ടറിനെ കണ്ട് നിങ്ങൾ ഈ രേഖകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ രോഗവിവരങ്ങളെ ഒന്ന് ഓർഡറാക്കി ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൃത്യമായിട്ട് പാകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഒരു സൂപ്പർ എക്സ്പേർട്ട് ഡോക്ടറിനെയോ കാണാൻ പോകുന്ന സമയത്ത് ഈ ഏറ്റവും ഈ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഈ ഡോക്യുമെൻ്റ് ആ ഡോക്ടറിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ ഡോക്ടറിനും ടേർ ആൻഡ് വെയർ, പുള്ളിക്കാരനുണ്ടാകുന്ന വർക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റും, നിങ്ങൾക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ അവതരിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ കാശുണ്ട് നമുക്കൊരു സൂപ്പർ എക്സ്പേർട്ട് ഡോക്ടറിനെ കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് നേരെ പോയി കാണുന്നത് നമുക്ക് കിട്ടേണ്ട സർവീസിൽ അതിൻ്റെ പാകപ്പിഴ അല്ലെങ്കിൽ അതിന് പരിക്ക് പറ്റുന്നതായിരിക്കും. ഇനി നമ്മുടെ ഒരു ക്ലിനിക്കൽ സെറ്റപ്പിലൊക്കെ പറ്റാത്തതാണ് ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് ആൻഡ് ബഫറിങ് ടൈം ഇല്ലാത്തത്. അതൊരു മിസ്സിങ് ആർട്ടാണ്, നമുക്കില്ലാതെ പോകുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ ഒരു രോഗിക്ക് പെട്ടെന്ന് ഇന്നലെ തന്നെ ഞാൻ എൻ്റെ ഇതിൽ പേഷ്യൻറ്റിനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് മദ്യപാനമായിരുന്നു, പിന്നെ ഛർദി കാര്യങ്ങൾ, ബുദ്ധിമുട്ട്, അതായത് ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള, പുള്ളിക്കാരൻ വന്നത് തല കറക്കമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ബുദ്ധിമുട്ട് കാണുകയും അതിൽ ഞാൻ പുള്ളിക്കാരൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് അൾട്രാസൗണ്ട്, ഏറ്റവും മിനിമൽ ഇൻവേസീവ് ആയിട്ടുള്ള ചിലവ് കുറഞ്ഞ ഒരു ടെസ്റ്റ് എടുക്കുകയും അദ്ദേഹത്തിന് വളരെ മാരകമായിട്ടുള്ളൊരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു. അത് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ഇതിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നത് എനിക്ക് പൊതു ഇടത്ത് നിന്നിട്ടാണ്. അതായത് എല്ലാവരും നിൽക്കുന്ന ഒരു പ്ലേസിൽ നിന്ന് ഏറ്റവും 15-20 സെക്കൻഡ് കൊണ്ട് എനിക്ക് പറയേണ്ടി വന്നു, അതായത് നിങ്ങൾക്ക് ഇന്നതാണ്, ഒരു വളരെ മാരകമായിട്ടുള്ള അസുഖമാണ്, ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയേണ്ടി വന്നു. അദ്ദേഹത്തിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ട്. എനിക്ക് സമയമില്ല, അടുത്ത് വേറെ രോഗികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ഉണ്ടാവണം. സമയക്കുറവും സ്ഥലക്കുറവും. ഇവിടെ നമുക്ക് ഈ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു 3 ആൾക്ക് ഒരു ദൈവം വെച്ച് 33 ദൈവവും പിന്നെ ഒരു 3 ദൈവവും പിന്നെ വേറൊരു ദൈവമായിട്ട് ദൈവങ്ങളുടെ അയ്യര് കളിയാണ്. ഈ ദൈവങ്ങളെ എല്ലാം സന്തോഷിപ്പിക്കാനായിട്ട് ദേവാലയങ്ങളുടെ ബഹളമാണ്. എത്ര ലാൻഡാണ് നമ്മൾ അതിനുവേണ്ടി എക്കോ ഫ്രണ്ട്ലി ആണോ എന്ന് നോക്കാറില്ല. അതിനുവേണ്ടി എല്ലാം എക്കോ ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിലെല്ലാം നമ്മൾ ഈ നമ്മുടെ എൻവയൺമെൻറ്റ്, നമ്മുടെ ഈ ചുറ്റുപാടിനെ നമ്മൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥലക്കുറവുണ്ട്. ഇവിടെ നമുക്കൊരു ആശുപത്രിയിൽ സ്ഥലക്കുറവുണ്ട്. സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സ്പേസും ടൈമും വെച്ചിട്ട് നമുക്ക് ആ വ്യക്തിയെ നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അവിടെ ഏറ്റവും ഹീലിംഗ് ആയിട്ടുള്ളത് ടൈമാണ്, സ്പേസാണ്. മരുന്നുകൾക്ക് മുന്നേ ടൈമും സ്പേസും കൃത്യമായിട്ട് നമുക്ക് പാകപ്പെടുത്തിയാൽ അത് വളരെ ഉപകാരമായിരിക്കും. ഇവിടെയും ഒരു ആശാൻ മാത്രം, അതായത് നമ്മുടെ ഫ്യൂഡൽ ഡോക്ടർ മാത്രം ഇരുന്ന് സംസാരിക്കുന്ന ഒരു രീതി, അത് കൾച്ചറിൽ നമ്മുടെ വളരെ ഇതാണ്. അതായത് അവർ മാത്രമായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെ ഒരു പൊസിഷൻ വന്നാൽ, അങ്ങനെ ഒരു സാഹചര്യം വന്നാലും ബാക്കി ഉണ്ടാകുന്ന ഒരു നേഴ്സിനായാലും ഒരു ഡ്യൂട്ടി ഡോക്ടറിനായാലും അവരുടെ ഒരു ഇൻപുട്സ് ആ ഒരു സമയത്ത് ആ ഒരു ആംബിയൻസിൽ കൊടുക്കാൻ പറ്റുന്നത് വളരെ ചുരുങ്ങിയായിരിക്കും. അതായത് എക്സ്പേർട്ട് ഡോക്ടർ പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയി അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, കുറച്ചുകൂടി എമ്പതി ഉള്ള വേർഡ്സ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒരു ടാലൻ്റ് ഉള്ള ആർട്ട്, അതിൻ്റെ കലയുള്ള ഒരു ഡോക്ടർ ഉണ്ടെങ്കിലും ആ ഡോക്ടറിൻ്റെ കഴിവ് ഉപയോഗിക്കാൻ പറ്റാതെ പോകും.
ഇത് കൈകാര്യം ചെയ്യാനുള്ള പരിശീലനക്കുറവ്, നമുക്കിതൊന്നും ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല. ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്ന ഡോക്ടേഴ്സിന് ഇതൊന്നും പറയാൻ അറിയത്തില്ല. അൾട്രാസൗണ്ട് എടുത്ത് നോക്കി ക്യാൻസർ ആണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം പറഞ്ഞാൽ ബയോപ്സി എടുത്ത് നോക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. 15 സെക്കൻഡിൽ കഴിഞ്ഞ് നിങ്ങൾക്ക് ക്യാൻസർ ആണെന്നുള്ള വിവരം കൊടുത്തു. എത്രമാത്രം ഷോക്കിംഗ് ന്യൂസാണ്, എത്രമാത്രം ആഴത്തിലുള്ള ന്യൂസാണ് കൊടുക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ബോധ്യം. ഈ ബോധ്യക്കുറവ് ഡോക്ടർമാർക്കിടയിലോ നഴ്സുമാർക്കിടയിലോ ഉള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഈ ഇടയ്ക്ക് എൻ്റെ പേര് ഞാൻ എപ്പോഴും ഷാ എന്ന് മാത്രമാണ്, ഡോക്ടർ ഷാ എന്ന് മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ ചെന്നു, ആദ്യമായിട്ട് വന്ന ഒരു നേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചു, സാറ് ഏതാണെന്ന് വെച്ചാൽ സാറ് ഏത് കള്ളിയിലാണ് പെടുന്നത്? ഞാൻ പറഞ്ഞു പിന്നെ ചോദ്യം മനസ്സിലായില്ല. പിന്നെ പുള്ളിക്കാരുടെ ചോദ്യത്തിൻ്റെ ലാക്ക് എനിക്ക് മനസ്സിലായി. ഏത് റിലീജിയനിലാണ്, ഏത് മതത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഏത് ദൈവത്തെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നതെന്ന് അറിയണം, ആ പേര് വെച്ച് മനസ്സിലാക്കണം. ഈ ഉള്ള പരിശീലനങ്ങളുണ്ട്, നമ്മുടെ ഇനേറ്റായിട്ട് സ്വതസിദ്ധമായിട്ടുള്ള ഈ ഉള്ള വിവരങ്ങൾ നമുക്ക് ചോദിക്കാൻ അറിയാം. എന്നാൽ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ആ വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനായിട്ടുള്ള നമ്മുടെ പരിശീലനക്കുറവുണ്ട്. പിന്നെ പേഷ്യൻറ്റിൻ്റെ ഒരു ധാരണ, സിവിൽ സൊസൈറ്റിയുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് മാജിക് റെമഡിയാണ്. ഒരു മന്ത്രദണ്ഡമുണ്ട്, ആ മന്ത്രദണ്ഡം എടുത്ത് കുലുക്കി കഴിഞ്ഞാൽ എല്ലാം ആകും, എല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു ധാരണയുമുണ്ട്. ആ ധാരണയും തെറ്റാണ്. നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ മാറ്റി പതുക്കെ മാറ്റി ക്ലിയർ ആക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് മോഡേൺ മെഡിസിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. സർജറി ഉണ്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. സെയിം ടൈം കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ക്രമേണ രീതിയിൽ ഭേദമാക്കുക, അല്ലെങ്കിൽ അതിൽ ആശ്വാസം പകരുക എന്നുള്ളതാണ്. ചോദ്യങ്ങൾക്കുള്ള അവസരം നഷ്ടപ്പെടുക എന്നുള്ളത്, അതായത് പേഷ്യൻറ്റിന് ചോദിക്കാനുള്ള അവസരം, ഒരു കമ്മ്യൂണിക്കേഷനിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ഇടുക, അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് അവർക്കൊന്ന് ആലോചിക്കാൻ സമയം കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാതായി പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ടൈമും സ്പേസും കുറഞ്ഞു പോയത് കൊണ്ട് തന്നെയാണ്. എന്നാലും ഉണ്ടാവുന്ന ടൈമിൽ ആ വ്യക്തി ഒരു മിനിറ്റ് അല്ല, ഒരു ക്ഷണിക സമയം ഒന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ ശരി, എന്നാൽ അപ്പോൾ പിന്നെ നിങ്ങൾ പോയിട്ട് അടുത്ത ദിവസം വന്നോളൂ, കഴിഞ്ഞു. പിന്നെ ഹയറാർക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രേണികളുണ്ട്, ഹയറാർക്കി ഉണ്ട്. ഹയറാർക്കി എപ്പോഴും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഹയറാർക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ക്രമേണ രൂപപ്പെട്ടതാണ്. എന്നാലും ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ഹയറാർക്കി വേണം, തീർച്ചയായിട്ടും ഹയറാർക്കി വേണം. ആ ഹയറാർക്കിയിൽ ഏറ്റവും താഴെക്കിടയിലുള്ളത് വിവരങ്ങൾ ശേഖരിച്ച് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അടുക്കി ഒരു വെള്ളിത്താലത്തിൽ ഒരു സൂപ്പർ എക്സ്പേർട്ടിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു 3 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് കൊണ്ട് ഒരു രോഗിയെ കണ്ട് കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ മേക്ക് ചെയ്ത് പ്ലാനിലെത്തി എന്താണ് ചികിത്സ എന്ന് പറഞ്ഞ് തുടർ ചികിത്സയിലോട്ട് നമുക്ക് പോകാൻ സാധിക്കും. അത് രോഗിക്കും നല്ലതാണ്, സമൂഹത്തിനും നല്ലതാണ്, ആ സൂപ്പർ എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സിനും നല്ലതാണ്. അപ്പോൾ സേവന വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കും. When the pie is shared right, the whole team thrives എന്നുള്ളതാണ്. അവരവർക്ക് കിട്ടേണ്ടത് കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളതാണ്. അതിൽ അവരവരുടെ സേവനങ്ങൾക്കനുസരിച്ച്, അവരവരുടെ അറിവുകൾക്കനുസരിച്ച്, അവരവരുടെ സ്കിൽ സെറ്റിനനുസരിച്ചുള്ള വേതനം, പേയ്മെൻറ്റ്, മോണിറ്ററി പാർട്ട് അത് കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളത്. അത് ഒരിടത്ത് അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരവരുടെ രീതിക്കനുസരിച്ച് അക്യുമുലേറ്റ് ചെയ്യണം. അത് കൃത്യമായിട്ട് വിതരണം ചെയ്ത് കൊടുക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ഈക്വൽ ആക്കാൻ പറ്റത്തില്ല. എന്നാലും അവരവരുടെ സ്കിൽ സെറ്റിനും അവരവരുടെ കഴിവുകൾക്കനുസരിച്ച് അത് ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദ റൈറ്റ് കെയർ ഫ്രം ദ റൈറ്റ് ടീം ദ റൈറ്റ് വേ. കൈകൾ ചെയ്യുന്നത് എന്തെന്ന് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ തലച്ചോറിന് ഊഹിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, തെറ്റുകൾ കൂടാതെ. തെറ്റുകൾ ഇല്ലാതാക്കാൻ പറ്റത്തില്ല, തെറ്റുകൾ ഏറ്റവും മിനിമൈസ് ചെയ്യാൻ പറ്റും. ഊഹിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പനി പിടിച്ച സമൂഹത്തിന് പണി പിടിച്ച ടീം വർക്ക്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. നമ്മുടെ ആധുനിക മോഡേൺ മെഡിക്കൽ സയൻസിനെ ഒരു മതമായി ഡോക്ടർമാർ കൊണ്ട് നടക്കുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മറ്റുള്ള ചികിത്സാ രീതികളോടൊക്കെ വളരെയധികം അസഹിഷ്ണുത പുലർത്തുകയും അതൊക്കെ തികച്ചും അശാസ്ത്രീയമാണെന്ന് അതിനെല്ലാം അടച്ചാക്ഷേപിക്കുകയും പുതുതായി വരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളിൽ തന്നെ അങ്ങനെ ഒരു മനോഭാവം വളർന്നു വരുന്നത് അവരോട് മറ്റു ചികിത്സാ രീതികളോടുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ സമൂഹത്തിൽ മറ്റു ചികിത്സാ രീതികളും അതിൻ്റേതായിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ. അപ്പോൾ അതിനെ നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. അതായത് മോഡേൺ മെഡിസിൻ കഴിഞ്ഞ് വരുന്ന ഡോക്ടേഴ്സ്, പുത്തൻ ഡോക്ടേഴ്സിനൊക്കെ ഒരു ഭാവമുണ്ട്. പ്രത്യേകിച്ച് അതൊരു അഹംഭാവമായിട്ട് കാണാറുണ്ട്. അവരെന്തോ ഈ ഭൂമിയിലെ ക്രീമി ലെയറിൽ ഉൾപ്പെട്ടവരാണ്. ഞാനാണ് ഈ ക്ലിനിക്കിൻ്റെ അധിപൻ,
അത് മോശമായിട്ടുള്ള ഭാവം തന്നെയാണ്, പ്രവണതകളാണ്. അത് നമ്മൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ചേർന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പനി പിടിച്ച സമൂഹത്തിന് ടീം വർക്കാണ് ആവശ്യമുള്ളത്, അല്ലാതെ ഒരു വ്യക്തിയുടെ ഒരു ഡിക്റ്റേറ്റിംഗ്ഷിപ്പ് അല്ല ആവശ്യമുള്ളത്. ഇനി ആ ചോദ്യത്തിന് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സമാന്തര ചികിത്സയും സമാന്തരമായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന സയൻസ് എന്ന് വ്യാഖ്യാനിക്കുന്ന, സയൻസ് അല്ലാത്ത, സയൻസ് എന്ന് തോന്നുന്ന രീതിയിൽ, ഇത് താനല്ലയോ അത് എന്ന് തോന്നുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന സയൻസാണ്. അത് സയൻസ് അല്ല. ഞാൻ പറഞ്ഞു 50-100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാവിലെ ഉടുപ്പിട്ട് ഇറങ്ങിയതല്ല മോഡേൺ സയൻസ് എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന പ്രാകൃത ചികിത്സയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് മാറ്റങ്ങൾക്ക് വിധേയമായി ഒരു പ്രത്യേക മെക്കാനിസം, അതായത് പുറമേ ഉള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വരുന്നതാണ്. അതാണ് മോഡേൺ സയൻസ്. അതാണ് അതിൻ്റെ ബ്യൂട്ടി, സൗന്ദര്യം എന്ന് പറയുന്നതും അതുതന്നെയാണ്. അവിടെ അധിപനായിട്ട് ആരുമില്ല, സയൻസ് തന്നെയാണ് അതിൻ്റെ അധിപൻ എന്ന് പറയുന്നത്. നമുക്ക് കാണാനായിട്ടുള്ളതാണ്. ഇവർ സഹായിച്ചു എന്നുള്ളത് ശരിയാണ്. അതിനർത്ഥം എൻറ്റുപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നും അതിൻ്റെ തഴമ്പ് നമുക്ക് നമ്മുടെ എവിടെയോ ഉണ്ട്. ആ തഴമ്പ് നോക്കി നടക്കുന്നത് ശരിയല്ല. അതിന് ക്രമം അനുസരിച്ച് മാറ്റുക. നമുക്ക് അവരുടെ സഹായത്തിനും കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നേഴ്സുമാർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ഒരു ബ്രിഡ്ജിങ് എക്സാമൊക്കെ വെച്ചിട്ട് അവരെ കണക്ട് ചെയ്യുന്നതിന് വരെ നേഴ്സ് തന്നെ, അവർ 4 വർഷം പഠിക്കുന്നുണ്ട്, BSc കഴിഞ്ഞു. അവരെ വേണമെങ്കിൽ നമുക്ക് ബ്രിഡ്ജിങ്ങിനായിട്ട് ഉപയോഗിക്കാം. അവരെ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ലൈനിൽ വേണ്ടി ആശാ വർക്കർ, നേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം. ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നേഴ്സിൻ്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരത്തെ അടുത്ത് അവർ BP നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. BP നോക്കിയപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരത്തിയുടെ ഇരുന്ന അതായത് അവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വർക്ക് ചെയ്യാതായപ്പോൾ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് ഇരുന്ന ചോദിച്ചു. അപ്പം ഞാൻ കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇട്ടു, അതായത് ഒന്ന് ഇവിടെ കിടപ്പുണ്ട്. പുള്ളിക്കാരി നിൽക്കുന്നതിൻ്റെ അടുത്ത് ഈ കോർണറിൽ വന്ന് സ്റ്റെത്തിൻ്റെ ആ മെംബ്രെയിൻ വന്നിങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു. നല്ല വിലപിടിപ്പുള്ള ആയതുകൊണ്ട് ഞാൻ സിസ്റ്ററിനെ പറഞ്ഞു, സിസ്റ്ററെ അത് കഴുത്തിലിട്ടോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ അത് ഇടിച്ചിടിച്ച് അവിടെ തട്ടിയിട്ട് ചിലപ്പോൾ അത് ചീത്തയായി പോകും, വിലപിടിപ്പുള്ളതാണ്. അപ്പോൾ സിസ്റ്ററിന് ഞാൻ കൊടുത്ത മെസ്സേജിൻ്റെ ആഴം മനസ്സിലായില്ല. പുള്ളിക്കാരത്തിക്ക് കഴുത്തിലിടാൻ ഭയങ്കര മടിയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ കൾച്ചറൽ ഹയറാർക്കി ബിൽഡ് ചെയ്തേക്കുന്നത്. സിസ്റ്റർമാർക്ക് കഴുത്തിലിടാൻ പാടില്ല. ഈ എന്ന് പറയുന്നത് നമ്മൾ 4 കാര്യങ്ങളിൽ ഒരെണ്ണം മാത്രമാണ്. അത് എല്ലാവർക്കും അവർക്ക് ഇടുന്നതിലുള്ള ബുദ്ധിമുട്ട് അതൊക്കെ മാറ്റിയെടുത്ത് അവരെ ബ്രിഡ്ജ് ചെയ്യുന്നതാണ് ഈ സമാന്തര ചികിത്സ കൊണ്ട് നടക്കുന്നതിനേക്കാളും നല്ലത്. അതിൽ 2 കാര്യങ്ങളുണ്ട്. മനോഭാവവും അഹംഭാവവും വ്യത്യാസമാണ്, പിന്നെ രീതികളിലുള്ള വ്യത്യാസമുണ്ട്. രണ്ടും 2 രീതിയിലായിട്ട് കാണണം എന്നുള്ളതാണ്. ഡോക്ടർമാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്ക് പൊതുവെ മടിയാണ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ, എല്ലായിടത്തും ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് ഒരേ പ്രശ്നമാണ്. ഇപ്പൊ നമുക്ക് രാഷ്ട്രീയക്കാരടുത്ത് ചോദിക്കാൻ പറ്റത്തില്ല, ഉയർന്ന നിലയിലുള്ള ആർക്കും ചോദിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പോലീസിനോട് ചോദിക്കാൻ പറ്റത്തില്ല, കുട്ടികൾക്ക് ടീച്ചറിനോട് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതോടെ ഒരു 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ്സിലുള്ള കുട്ടികളെ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാനല്ലേ പഠിപ്പിക്കേണ്ടത്. അവിടെ നിന്ന് നമ്മൾ മാറിയാലല്ലേ നമ്മുടെ സമൂഹം വീണ്ടും ഈ ചോദ്യങ്ങളിലോട്ട് എത്തേണ്ടതാണ് ചോദ്യം. അതെ, അതും ഒരു വളരെ ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കാനായിട്ട് നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് തരുന്നവർക്കാണ് നമുക്ക് എപ്പോഴും വിശ്വാസം പോകുന്നത്. സങ്കീർണത അല്ല നമുക്ക് വിശ്വസിക്കാൻ പാകം, സങ്കീർത്തനങ്ങളാണ്. അപ്പോൾ അതല്ല വേണ്ടത്. സങ്കീർണതയുണ്ട് മോഡേൺ മെഡിസിനിൽ. അവിടെ മോണിറ്ററി പാർട്ട് ചില സമയത്ത് ഡ്രൈവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡ്രൈവ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇല്ല എന്നൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ എല്ലാം ആ മോണിറ്ററി പാർട്ടിനെ എല്ലാം നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നത്. രോഗിക്ക് അറിഞ്ഞിരിക്കണം രോഗിയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗി പോയിട്ട് ഗൂഗിളിൽ തപ്പണം എന്നല്ല. നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ ഷുഗർ കൂടി കുറഞ്ഞു എന്നുള്ളത് പറയാതെ ലക്ഷണങ്ങൾ പറയുകയും കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് മറുപടി കൊടുക്കുകയും എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള ധൈര്യം, അതായത് വളരെ ഇമോഷണൽ അല്ലാതെ വളരെ വിചാരത്തോടു കൂടി ഏറ്റവും സമഭാവനയോടുകൂടി തന്നെ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുമ്പം തന്നെ അതിനകത്ത് ഇതിനുള്ള സാധ്യതകൾ ക്രമേണ കുറഞ്ഞു വരും. ക്രമേണ കുറഞ്ഞു വരുമ്പോൾ ഇത് പതുക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂഷൻ, സമയവും സ്പേസും എല്ലാം കൂടി വരുന്നതനുസരിച്ച് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതനുസരിച്ച് ആൾക്കാരുടെ മനോഭാവവും രീതികളും മനസ്സിലാവുന്നതനുസരിച്ച് ഇത് കുറഞ്ഞു വരും. ഇത് ഇല്ലയെന്ന് ഞാൻ തീർത്തും പറയുന്നില്ല, അതിനുള്ള സാധ്യതയുണ്ട്, ഉണ്ടാവും. ഈ സമൂഹത്തിലെ ഒരു ക്രോസ് സെക്ഷനാണ് നമ്മളും ഡോക്ടേഴ്സും ഹോസ്പിറ്റൽസും എല്ലാം. സമൂഹത്തിൽ എവിടെയെങ്കിലുമൊക്കെ പുഴുക്കുത്തുകളുണ്ട്, കള്ളനാണയങ്ങളുണ്ടെങ്കിൽ അത് ഇവിടെയും റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല.
സോറി, ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. അല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. അതായത് ഇപ്പം നമുക്ക് ഡോക്ടർമാരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുകൾക്ക് പൊതുവെ മടിയാണ്. ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പോൾ ആരുടെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ആർക്കെങ്കിലും എല്ലാവരുടെ അടുത്തും ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് ഒരേ പ്രശ്നമാണ്. ഇപ്പം നമുക്ക് രാഷ്ട്രീയക്കാരുടെ അടുത്ത് ചോദിക്കാൻ പറ്റത്തില്ല, ഉയർന്ന നിലയിലുള്ള ആരുടെടുത്തും ചോദിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പോലീസിനോട് ചോദിക്കാൻ പറ്റത്തില്ല, കുട്ടികൾക്ക് ടീച്ചറിനോട് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ കുട്ടികളെ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാനല്ലേ പഠിപ്പിക്കേണ്ടത്? അവിടെ നിന്ന് നമ്മൾ മാറിയാലല്ലേ നമ്മുടെ സമൂഹം വീണ്ടും ഈ ചോദ്യങ്ങളിലോട്ട് എത്തുകയുള്ളൂ എന്നാണ് എൻ്റെ ചോദ്യം. അതെ, ആ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തൊലിപ്പുറത്തുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ച് വിട്ടിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും നടത്തുന്ന ഒരു കമ്പാരിസണാണ് കേരളത്തിലെ എഡ്യൂക്കേഷനും തമിഴ്നാട്ടിലെ എഡ്യൂക്കേഷനും. തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുട്ടി പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് സ്വന്തം ഭാഷയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു വലിയ ഭാഷയോ അല്ലെങ്കിൽ കൂടിയ സംഭവമൊന്നുമല്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുന്നൊന്നുമില്ല. നമ്മുടെ ഭാഷയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയണം. അത് തമിഴ്നാട്ടിൽ നമ്മളെക്കാളും കൂടുതലായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടുന്ന സമയത്ത് നമുക്കിതുപോലെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, സ്വതസിദ്ധമായിട്ട് അതിൽ വന്നു ചേരും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞാൽ മതം അത് അയ്യത്ത് തന്നെ ഇരിക്കണം, അത് അവരുടെ ഭാഗത്ത് മാത്രം ഇരിക്കണം. മതം പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ പാടില്ല. മതം ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സമയം അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, നമ്മുടെ പൊതുവായിട്ടുള്ള സ്ഥലങ്ങൾ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, എക്കോ ഫ്രണ്ട്ലി അല്ലാത്ത സ്ഥാപനങ്ങൾ അവരുണ്ടാക്കുന്നു. ഇതെല്ലാം ക്രമേണ കുറഞ്ഞു വരുമ്പോൾ ചോദ്യം ചോദിക്കാൻ ആർജവമുള്ള പുതിയ തലമുറ ഉയർന്നു വരിക തന്നെ ചെയ്യും.